ആ സീന് ഇപ്പൊ എന്തായാലും ഫസ്റ്റ് ഡേ ആകുമ്പോ രാജുവിന്റെ ഫാൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഞാനിങ്ങനെ അമ്മോട് പറയുകയും ചെയ്തത് എങ്ങാനും പുറയുന്നെങ്ങാനും ചവിട്ട് കിട്ടും. കാരണം ഒരിക്കലും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല രാജുവിന്റെ ഒരാൾ ചീത്ത പറയുന്നത്. പക്ഷെ അത് പലരും ഫസ്റ്റ് ഷോയ്ക്ക് ഇന്റർവെൽ ആയപ്പോഴത്തേനും കുറെ ആൾക്കാർ വന്ന് പറഞ്ഞു കേട്ടോ, ചേച്ചി കുറച്ച് ദേഷ്യമുണ്ട്, പക്ഷെ എന്നാലും ചേച്ചി നല്ല രസമായിട്ട് ചെയ്തു കിട്ടുമെന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് വേറെ ഏതോ ഒരു ആർട്ടിസ്റ്റ് ആണ് ഇങ്ങനെ രാജുവിന്റെ ചീത്ത പറഞ്ഞ കണ്ടിരുന്നത്, എന്തോ മണിച്ചേണ്ട എന്തോ ആണ് പറഞ്ഞേക്കുന്നത്, അതിനുശേഷം ചേച്ചിയാണ് ചീത്ത പറഞ്ഞേക്കുന്നത്. പക്ഷെ രസമുണ്ട് കേട്ടോ, അവരും ഈ പറഞ്ഞ പോലെ ഓക്കെയാണ്. മൂവി എത്ര പ്രാവശ്യം കണ്ടു? ഞാൻ മൂവി 2 പ്രാവശ്യം കണ്ടു. രണ്ടുപേരുടെയും ശരിക്കും ഡൗൺ ടു എർത്ത് ആയിട്ട് നിന്നിട്ട് രണ്ടുപേരും നല്ല നടന്മാരാണ്. കാരണം അവര് 100 സിനിമകളിലും മുകളിൽ അഭിനയിച്ചിരിക്കുന്ന വലിയ സാഹസാണ്. അവർ ശരിക്കും ഇറങ്ങി നിന്നിട്ട് ശരിക്കും ഒറിജിനൽ നടന്മാരെങ്ങനെയായിരിക്കും ആ ക്യാരക്ടറിനെ എങ്ങനെ റിസീവ് ചെയ്ത് എങ്ങനെ റിയാക്ട് ചെയ്യും, അതേപോലെ തന്നെ വളരെ ഗംഭീരമായിട്ടാണ് അവർ ആ 2 ക്യാരക്ടേഴ്സും പ്ലേ ചെയ്തേക്കുന്നത്. എല്ലാ ആൾക്കാരും ചോദിക്കുന്നുണ്ട് രാജുവേട്ടൻ എങ്ങനെയാണ് ഈ ക്യാരക്ടർ അക്സെപ്റ്റ് ചെയ്തതെന്നുള്ളത് ചോദിക്കുന്നുണ്ട്. കാരണം ഈ കണ്ണമ്മയുടെ മുമ്പിൽ നിന്ന് ചീത്ത വിളിക്കാനും, കാരണം എനിക്ക് തോന്നുന്നില്ല മറ്റുള്ള ഹീറോസ് ഒന്നും അങ്ങനെ, എനിക്കറിയില്ല, ചിലപ്പോൾ ചെയ്യുമായിരിക്കാം ചിലപ്പോൾ ചെയ്യില്ലായിരിക്കാം, പക്ഷെ എന്നാലും അത് അദ്ദേഹത്തിന് വലിയൊരു നന്ദി പറയുകയാണ്. കാരണം അല്ലേ ഈ നേരെ ചാടി കേസിന് വില്ലേജ് ഓഫീസിൽ ഒരു അടി അടിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. റിയൽ ലൈഫിൽ എങ്ങനെ ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ? ഇല്ല, ആരും അടിച്ചിട്ടില്ല. അതിനൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. നമുക്കറിയാം തിയേറ്ററിൽ വൻ കയ്യടി നേടിയ ഒരു ഡയലോഗാണ് രാജുവേട്ടനെ എന്താ ചെറുതായിട്ടൊന്ന് ഭീഷണിയല്ല, അത് കൂളായിട്ട് വന്നിട്ടാണ് കണ്ണമ്മ പറയുന്നത്. അതെ, വളരെ കൂളായിട്ട് വന്നിട്ടാണ് പറയുന്നത്. അപ്പൊ ആ ഡയലോഗ് നമുക്ക് കണ്ണമ്മ ഇവിടെ നമുക്കൊന്ന് പറയൂ. പക്ഷെ ഇല്ല, കാരണം അവള് ദേഷ്യപ്പെട്ടല്ല സംസാരിക്കുന്നത്, കൂളായിട്ടാണ്. എന്റെ അമ്മച്ചി ചത്തില്ലല്ലോ അല്ലേ, അത് നിങ്ങൾ കൊന്നു കളഞ്ഞേക്കടാ, മോനെ ഓർത്ത് കാണിക്കാതെ ആ പെണ്ണെങ്കിലും ചാവട്ടെ, ഇതിനാണ് നമ്മൾ ആ ടൈമിങ് ശരിക്കും ഇതായത്. ഞാൻ ഈ ഡയലോഗ് പറയുന്നു, കേറി പോകുന്നു, ആ ഒരു മൊമെന്റില് ബിജുവിന്റെ കൗണ്ടറിന് രാജുവിന്റെ റിയാക്ഷൻ കുറച്ച് അതിനാണ് ശരിക്കും പറഞ്ഞ ഭയങ്കര കയ്യടി വരുന്നത്. ഇനിയില്ല, നമുക്ക് കുറച്ച് ടാസ്ക് ഉണ്ട്, നമുക്ക് കണ്ണമ്മയെ കൊണ്ട് കുറച്ച് ടാസ്ക് ചെയ്യിപ്പിക്കാം. സിമ്പിൾ ടാസ്ക് അങ്ങനെ ഉണ്ടോ? അപ്പൊ ഇത് നോക്കുന്നുണ്ടോ എന്തായിരിക്കും ദൈവമേ, ഞാൻ വായിച്ചുതരാം. ഞാനാണ് എഴുതിയതൊന്നും എനിക്ക് മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ. ഇത് ലാസ്റ്റ് ഫ്രണ്ടിന്റെ അടുത്ത് അടിച്ചു മാറ്റിയ സാധനം എന്താണ്? ഒന്നും അടിച്ചു മാറ്റുന്ന ശീലമില്ല, ഒന്നും അടിച്ചു മാറ്റുന്ന ശീലമില്ല, എല്ലാം ഞാൻ കാശ് കൊടുത്ത് തന്നെ വാങ്ങുള്ളൂ. ഓക്കെ, ലാസ്റ്റ് കള്ളം പറഞ്ഞ് പൊക്കിയപ്പോൾ കള്ളം പറയില്ല, കള്ളം പറയാറില്ല, കള്ളം പറഞ്ഞ അപ്പൊ ചീറ്റി പോകും. ഞാൻ കള്ളാണ് പറയുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഞാനിതൊരു കൺഫർമേഷൻ അമ്മേനോട് ചോദിക്കണോ? അമ്മ കള്ളൊന്നും പറയില്ല വീട്ടില്, ഒരു കള്ളം പറയില്ല. കള്ളം പറഞ്ഞപ്പോ തന്നെ പിടിക്കും. അതെന്താ അറിയോ, ഫേസ് കാണിച്ചു കൊടുക്കും ഞാൻ കള്ളാണ്. അപ്പൊ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഫോളോ ചെയ്ത് കൊണ്ടുപോകണമല്ലോ, അത് പറ്റില്ല.